You are listening to Kerala's number one FM, Love FM 94.3. ഇത് ലവ് ബൈറ്റ്സ് ആണ്. ഞാൻ റീനു. ഒരു കൊച്ചു പ്രണയകഥ കൂടി ഞാൻ പറഞ്ഞോട്ടെ. അവർ പരിചയപ്പെട്ടു. ബന്ധുക്കളും അധികം സുഹൃത്തുക്കളുമില്ലാത്ത ആ നാട്ടില് അവൻ അവൾക്ക് കൂട്ടായി. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുതൽ ഒരുപാട് മെസ്സേജുകൾ അവർ കൈമാറി. പ്രണയത്തിലാവുമ്പോൾ നമ്മളും ഇങ്ങനെയല്ലേ, യാതൊരു അർത്ഥവുമില്ലാത്ത ഒരുപാട് മെസ്സേജസ് നമ്മൾ അയക്കാറുണ്ട്. അങ്ങനെ ഒരു രാത്രി അവൻ അവൾക്കൊരു ടെക്സ്റ്റ് അയച്ചു, കമ്മിങ് ഫോർ എ ഡ്രൈവ്. അവൾ ചോദിച്ചു എപ്പോഴാ? അവൻ പറഞ്ഞു കം ഡൗൺ. ആ പ്രണയത്തിനും സാക്ഷി ഒരു ബൈക്ക്. ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ബൈക്കിൽ കറങ്ങാൻ വേണ്ടി തന്നെയാണ് ജിത്തു ബൈക്ക് മേടിച്ചത്. വെറുതെ ഒന്നല്ല കേട്ടോ, കഷ്ടപ്പെട്ട് പാർട്ട് ടൈം ജോലി ചെയ്തിട്ടാണ് അവൻ ഈ ബൈക്ക് മേടിച്ചത്. അത് എടുത്ത ദിവസം ഭയങ്കര സന്തോഷമായി. ഏറ്റവും ആദ്യം ഇവളെ തന്നെ ആ ബൈക്കിൽ കയറ്റണം. അവൾ പറഞ്ഞു നോ പ്രോബ്ലം, എൻ്റെ അമ്മ ഇന്ന് ലീവാ, അപ്പോൾ ടൗണിലോട്ട് എന്തായാലും ഇറങ്ങി വരത്തില്ല. അപ്പോൾ രണ്ടുപേരും കൂടി ബൈക്കൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് കറങ്ങാൻ പോവുക. ആരും കാണത്തില്ല എന്നാ അവർ വിചാരിച്ചേ. പോകുന്ന വഴിയായിരുന്നു അമ്മയുടെ ഓഫീസ്. ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലാണ് ഇവരതിന് മുന്നിൽ കൂടെ പോയേ. അവിടെയുള്ള മുഴുവൻ ആളുകളും ഇവളെ അവൻ്റെ പുറകിൽ കണ്ടു. പിന്നൊന്നും പറയണ്ടല്ലോ, ഏറ്റവും സന്തോഷമായിട്ട് മേടിച്ച ബൈക്ക് അന്ന് ഏറ്റവും വലിയ പാരയായി. പ്രണയം വീട്ടിൽ പിടിച്ചു. ഇപ്പോഴും ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പുറത്തു പോകാൻ പറ്റിയ ഒരു സാഹചര്യം ആയിട്ടില്ല. പ്രണയത്തിൽ ബൈക്കൊരു ഹീറോ തന്നെയാണ്. പക്ഷേ ബൈക്കിൽ ഹീറോ ആകാൻ പോയിട്ട് പല പ്രണയത്തിലും ഇതേ ബൈക്ക് ഒരു വില്ലനായി വന്നിട്ടുണ്ട്. എത്രയോ പ്രണയങ്ങളാ ഈ ബൈക്കിന് പുറകിൽ ഗേൾ ഫ്രണ്ടിനെ കണ്ട് പൊട്ടിപ്പൊളിഞ്ഞു പോയേക്കുന്നത്. കണ്ടു നിൽക്കുന്നവന് അത് ടൺ കണക്കിന് ഫണ്ണായിട്ട് തോന്നും. പക്ഷെ അത് അനുഭവിക്കുന്നവന്റെ കാര്യം അതിച്ചിരി സങ്കട. കേട്ടോണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്, എൻ്റെ റീനുന്റെ കൂടെ. ബോയ് ഫ്രണ്ടിന് ബൈക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നമ്മൾ ആ ബൈക്കിന്റെ പുറകിലൊന്ന് കയറിയിട്ടുണ്ടായിരിക്കും. കയറണമെന്ന് കൊതിയില്ലാത്ത ഒരൊറ്റ പെൺകുട്ടി പോലും ഇപ്പോൾ ക്ലബ് FM ലവ് ബൈറ്റ്സിൽ എൻ്റെ റീനുന്റെ കൂടെ ഇല്ല. ജെറിൻ, ഒരു പ്രണയമുണ്ടോ? ഒരു ബൈക്കുണ്ടോ? ബൈക്കുണ്ട്. ഈ ബൈക്കിന് പിന്നിലിരുത്തി ആ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടോ? കൊണ്ടുപോയിട്ടുണ്ട്. പേടി തോന്നിയിട്ടുണ്ടോ ബൈക്കിന് പുറകിൽ ആ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ? പേടി തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? പേടിയില്ല, പിന്നെ അവിടെ അടുത്തുള്ളതുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം. പിന്നെ നമ്മുടെ വിശ്വാസം മറ്റല്ല. ഈ വിശ്വാസം തെറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ഇതുവരെയായിട്ടും പിടിച്ചിട്ടില്ല. ഇതുപോലൊരു അഭിപ്രായം പറയണമെങ്കിൽ 56070 ഒരു മെസ്സേജ് അയക്കുക. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ പേര്. ഇത് ലവ് ബൈറ്റ്സ്, എവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കൂടെ ആയിരിക്കുക. പ്രണയിക്കുന്ന ആ ആളുടെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക. ഇഷ്ടം തുറന്നു പറഞ്ഞ് ഒരു യെസ് കേട്ട് കഴിയുമ്പോൾ ഇത് തന്നെയല്ലേ എല്ലാവർക്കും തോന്നുന്നതെന്നാ ക്ലബ് FM ലവ് ബൈറ്റ്സിൽ എൻ്റെ റീനുവിൻ്റെ സംശയം. പക്ഷെ ഈ കോളേജും ജോലിയൊക്കെ കഴിയുമ്പോൾ പിന്നെ എവിടെയാ സമയം? ഒരു കോഫി ഷോപ്പിൽ പോയാൽ അവിടെ കാണും ഫ്രണ്ട്സ്, സിനിമയ്ക്ക് പോയാൽ റിലേറ്റീവ്സ്. രണ്ടുപേർക്കും സ്വസ്ഥമായിട്ട് സമയം പങ്കിടാൻ പിന്നെ എന്താ വഴി? അതാണ് യാത്രകൾ. ബൈക്കിനേക്കാളും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും ഇല്ലാന്ന് തന്നെയാ ഞാൻ പറയുക. നമ്മൾ എന്തിനാ ഈ ബൈക്കിൽ കയറി പോകുന്നത്? ബോയ് ഫ്രണ്ടിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാ. ആ സമയത്ത് ആ യാത്രയിൽ അവനും നമ്മളും മാത്രമേ ഉള്ളൂ.
ശല്യപ്പെടുത്താനായിട്ട് ഒരാൾ പോലും വരില്ല. ബൈക്ക് അയാളുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും ആർക്കും ഒരു ശക്തിക്കും നമ്മളെ പിരിക്കാൻ പറ്റില്ല. ഇതുപോലെ എക്സൈറ്റിംഗ് ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്രകളെന്ന്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ കേട്ടോ. ഇന്ന് രാത്രി ക്ലബ് എഫ്എമ്മില് ലവ് ബൈറ്റ്സിന്റെ യാത്ര ഞാനിപ്പോൾ അവസാനിപ്പിക്കാം. നാളെ രാത്രി തിരിച്ചു വരും. ടിൽ ദെൻ ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.